വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് ഞാൻ തുടങ്ങുന്നത് ഒരു ചെറിയ കഥയിലൂടെയാണ്. ഈ കഥ കുറേ പേര് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് പേര് മാത്രമേ ചിലപ്പോൾ ഈ കഥ കേൾക്കാത്തതുണ്ടാവുള്ളൂ. അങ്ങനെ കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ അത് ചുരുക്കി പറയാം. ഇനി കേട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഈ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇറ്റ്സ് എ ബൈബിൾ സ്റ്റോറിയാണിത്. നോഹയുടെ പേടകം. ഇതാണ് കഥ. അറിയാമല്ലേ? കുറച്ച് പേർക്കല്ലേ അറിയാത്തുള്ളൂ. എന്നാലും ഞാനൊന്ന് ചുരുക്കി പറയാം, ഈ കഥയൊന്ന് പറയാം. ഇതിലെന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മുമ്പ് പണ്ട് കാലത്ത് എന്തുണ്ടായി, ഒരു ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള ദുഷ്ടപ്രവർത്തികളൊക്കെ കാരണം കൊണ്ട് ഭൂമി ഭയങ്കര മലിനമായി എന്ന് ദൈവത്തിന് തോന്നി. കാരണം എല്ലായിടത്തും കൊലപാതകവും കൊലവിളികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്, യുദ്ധങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു, നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, നോഹ എന്നാണ് അയാളുടെ പേര്. നോഹയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഒരു നല്ലൊരു വലിയ പേടകം നിർമ്മിക്കുക. അത് പേടകം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷിപ്പ് പോലെയുള്ള ഒരു പേടകം നിർമ്മിക്കുക. എന്നിട്ട് ഈ പേടകത്തിൽ നീയും നിൻ്റെ കുടുംബവും പിന്നെ എല്ലാ സ്പീഷീസിലെയും പക്ഷികളിലെ പട്ടി, പൂച്ച, പല്ലി എല്ലാ സ്പീഷീസിൻ്റെയും ഓരോ പേരും കൂടി നീ അതിൻ്റെ ഉള്ളിലേക്ക്, ആ പേടകത്തിലേക്ക് കയറ്റണം എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടല്ലേ ചില സിനിമ സീൻസൊക്കെ? ഓക്കെ. ഇനി അപ്പോൾ ഇങ്ങനെ ഈ പേടകത്തിലേക്ക് എല്ലാ സ്പീഷീസിനെയും എല്ലാത്തിനെയും കയറ്റണം കേട്ടോ. പേര് കയറ്റണം എന്ന് പറഞ്ഞു. ഒരാണും പെണ്ണുമായിട്ടുള്ള പേരിനെ വേണം നീ കയറ്റാൻ എന്ന് പറഞ്ഞു. നീയും അതിൻ്റെ ഉള്ളിൽ പോയിരിക്കണം, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. നോഹ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പേടകം നിർമ്മിച്ചു. ആ പേടകത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സ്പീഷീസിൻ്റെയും ശേഖരിച്ചു. അയാൾ എല്ലാ സ്ഥിതിന്നും ശേഖരിച്ചു. എല്ലാ സ്പീഷീസിൻ്റെയും ഓരോ പേര് കൊണ്ടുവന്നിട്ട് ഇതിൽ പേടകത്തിൽ വെച്ചു. ഇയാളും ഇയാളുടെ കുടുംബവും അതിൽ നിന്നും അതിൻ്റെ വാതിൽ മഴ പെയ്ത് തുടങ്ങി. കുറേ മഴ പെയ്ത് അതൊരു പ്രളയമായി മാറി. ഓക്കെ. പ്രളയത്തിൽ ഈ പേടകം സംരക്ഷിക്കപ്പെട്ടു. കാരണം അതതിനനുസരിച്ചാണ് നോഹ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ഭൂമി പ്രളയം വന്നിട്ട് എല്ലാം ഒലിച്ചു പോകുന്നു. പക്ഷേ ഈ പേടകം വളരെ സേഫായിട്ട് ഇരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, മഴയൊക്കെ കുറഞ്ഞു, എല്ലാം തീർന്നു. പേടകം അതിൻ്റെ സ്ഥലത്ത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് തുറന്നിട്ട് ഈ സ്പീഷീസ് എല്ലാം പുറത്തേക്ക് വന്നു. ഭൂമി ഭയങ്കര നന്നായി ഭംഗിയാക്കി കൊടുത്തു. ആ മലിനമായിട്ടുള്ള ഭൂമിനെ വീണ്ടും പുതിയൊരു ലോകം, പുതിയൊരു സ്വർഗം ആണ് പിന്നെ വീണ്ടും ഓപ്പണായി വന്നത് എന്നുള്ളതാണ്. ഇതൊരു ബൈബിൾ സ്റ്റോറിയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ കഥ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം എന്തിനാ പറഞ്ഞത് അല്ലേ? ഇവിടെ ഇപ്പം ഇതിൻ്റെ പ്രസക്തി എന്താ നോക്കൂ. ഭൂമിയെ ഭംഗിയാക്കാൻ മനുഷ്യൻ മാത്രം പോരാ, എല്ലാ ജീവജാലങ്ങളും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് ഭൂമിക്ക് അതിൻ്റെ സ്വർഗീയമായിട്ടുള്ള അതിൻ്റെ സുഖം നമുക്കതിലത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് ഈ കഥയിൽ പണ്ടെന്നോ എഴുതിയൊരു കഥ, പണ്ടെന്നത്തെ ഒരു കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇതിലേക്കാണ് എൻ്റെ വിഷയം വരുന്നത്. കടുത്ത ചൂട് അല്ലേ, നല്ല 40 ഡിഗ്രി 35 to 40 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊന്നും ആലോചിക്കാൻ പോലും അത്രയും കടുത്ത ചൂട്. നമ്മൾ പറയുന്നുണ്ട് പണ്ട് ഇത്രയൊന്നും ചൂടില്ല, ഇങ്ങനെയില്ല. നമ്മൾ തമ്മിൽ കണ്ടാൽ ആദ്യം പറയുന്നതാണ് എന്താ ചൂടല്ലേ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഗവൺമെൻറ് നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. യെല്ലോ അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 11 മണി തൊട്ട് 3 മണി വരെ ഇറങ്ങരുത്, സൂക്ഷിക്കണം, വെള്ളം കുടിക്കണം, അങ്ങനെ ചെയ്യണം, സോഡിയം കുറയും, പൊട്ടാസ്യം കുറയും എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മൾ AC-യിൽ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ പക്ഷികളെയോ അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള മൃഗങ്ങളെയോ ഒന്ന് അവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടോ? അവരുടെ മുഖത്തൊക്കെ ദയനീയ ഭാവം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെയും ഞാൻ ഇന്നലെ അടുത്ത് ഞാൻ കണ്ടു, എൻ്റെ വീട്ടിൽ മോട്ടറിൻ്റെ അവിടുന്ന് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിൻ്റെ അവിടെ ഒരു ലീക്കുണ്ട്. ചെറിയ ലീക്കേ ഉള്ളൂ, കുറച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഉണ്ട്. ഒരു നായ്ക്കുട്ടി ചെറുത്, ഞാൻ വളർത്തണമൊന്നുമില്ല കേട്ടോ, അല്ല, ആ നായ്ക്കുട്ടി അത് വന്നിട്ട് ആ പൈപ്പിൻ്റെ റിമ്മിൻ്റെ അവിടെ അതിങ്ങനെ നക്കി കുടിക്കുന്നു. അതിലൊരു ഡ്രോപ്പ് പോലും വെള്ളം വയ്ക്കാതെ, അതിലൊന്നും ഇല്ല സത്യത്തിൽ, തുരുമ്പിൻ്റെ അവിടെയാണ് അതിങ്ങനെ കെട്ടി നിൽക്കുന്നത്, അതിൽ വന്ന് കുടിക്കുന്നു. അപ്പം നമുക്ക് അതിനപ്പോൾ വെള്ളം അത്രയും കിട്ടാഞ്ഞിട്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്ത്. ഇത് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ എൻ്റെ മോളെന്നോട് പറഞ്ഞു,
അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാനൊരു പക്ഷി ഉണ്ടായിരുന്നു, അത് തല കുത്തി നിന്നിട്ടാണ് ആ വെള്ളം കുടിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, നമുക്ക് സമയമായി ഇപ്പോൾ നമ്മൾ ഒന്ന് കരുതലോടെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. കാരണം എവിടെയെങ്കിലും ഒരു തണൽ സ്ഥലത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ പ്ലാസ്റ്റിക്കോ മൺപാത്രമൊക്കെ ആയാൽ നന്നായി എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ വെക്കലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നു, ഒരു ബൗള് പോലെയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വല്ല ധാന്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തണൽ മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ തണലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പറയുന്നു, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, സത്യത്തിൽ പറയുകയാണെങ്കിൽ അത് കഴിക്കില്ലേ അവിടെ ഒന്നും വരില്ല. അപ്പം ഞാനത് പറയും നമ്മൾ വെച്ചു കൊടുത്താലൊന്നും പക്ഷികൾ കഴിക്കുമായിരിക്കും. ഇപ്പം അത് വന്ന് കഴിച്ചിട്ടാണോ നമ്മൾ വെച്ചു കൊടുത്താൽ അതിന് ട്രാപ്പാന്ന് ആയിക്കോട്ടെ, കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷെ കുടിച്ചാലോ, അത് ആർക്കെങ്കിലും ഒരു തുള്ളി വെള്ളം അതൊരു വലിയ പുണ്യം തന്നെ ആയിരിക്കും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാൽ പോലും കിട്ടില്ല, ഏതെങ്കിലും ഇതിൽ പോലും ഒന്നും പോയാലൊന്നും കിട്ടാത്ത അത്രയും പുണ്യം തന്നെയായിരിക്കും അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച സമയത്ത് തന്നെ അമ്മയൊക്കെ പറഞ്ഞു, പണ്ട് കാലത്ത് ഇങ്ങനെ ഈ റോട്ടിലൊക്കെ വലിയ ഒരു തൊട്ടി പോലെ, അതായത് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു തൊട്ടി പോലെ കൽത്തൊട്ടി ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് വെക്കും. അപ്പോൾ ഈ കന്നുകാലികൾക്ക് പോകുമ്പോൾ അവരിങ്ങനെ കുറേ ദൂരത്ത് നിന്ന് നടന്നിട്ടാണല്ലോ ഈ ചന്തയിലേക്കും ഇതിലേക്കൊക്കെ പോവുക. അപ്പോൾ അതിന് വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമെന്ന്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ആ കരുതൽ നോക്കി നോക്കൂ. പക്ഷെ നമ്മളിന്ന് നോക്കി നോക്കൂ, ഇപ്പം നമുക്കൊരു മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഉണ്ട് അല്ലേ, ഗവൺമെൻറ്. സത്യം പറഞ്ഞാൽ ആ വകുപ്പൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവ് ആവേണ്ടതാണ് ആ വകുപ്പ്. കാരണം നമ്മളോട് നോക്കി നോക്കൂ, നികുതി അടയ്ക്കൂ, വീട്ടു നികുതി അടയ്ക്കൂ, സമയമായി, ലാസ്റ്റ് ഡേറ്റ് ആയി, ഇതൊക്കെ നമുക്ക് അലേർട്ട് തരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു അസുഖമോ പടർന്നൊക്കെ ചെയ്യാം, മഞ്ഞപ്പിത്തം പടരുന്നു, അത് പടരുന്നു, ഇതൊക്കെ നമുക്ക് അലേർട്ട് തരുന്നുണ്ട് അല്ലേ. സോ ഇവർക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണില്ല. സത്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ കണ്ടന്റ് പറയുന്നേക്കാൾ മുമ്പ് തന്നെ ഓരോ വീട്ടിലും ഈ വകുപ്പ് എന്നൊക്കെ കുറച്ച് ആൾക്കാർ ചെന്നു, അല്ലെങ്കിൽ കുട്ടികൾ കോളേജസിലെയും സ്കൂൾസിലെയും കുട്ടികൾക്ക് ചെയ്യാം ഒരു അവെയർനെസ്. ഇങ്ങനെ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി കുറച്ച് വെള്ളം എവിടെയെങ്കിലും ഒന്ന് കരുതി വെക്കൂ വീടുകൾ എന്നുള്ള അവെയർനെസ്. അപ്പോൾ ഇതൊക്കെ അവരാ ചെയ്യേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് അത് ചെയ്തേനെ. അവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, അവരെ തൂക്കിക്കൊണ്ട് നടന്നേനെ, കൈവെള്ളയിൽ അവരിട്ട് നടന്നേനെ. അപ്പം നമ്മളെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ. നമ്മളെന്തുകൊണ്ടാണ് നമുക്ക് എല്ലാ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമുക്ക് 5 കൊല്ലം കൂടുമ്പോൾ നമുക്ക് എന്തുണ്ട്, വോട്ടവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അവർക്കതില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ, എന്നും അവർക്ക് ദ്രോഹങ്ങളുണ്ട്. സോ ഇവിടെയൊക്കെ നമ്മളൊന്നും ഉണരാം. നമുക്കൊന്നുമില്ലല്ലോ, ജാതിയില്ല, മതമില്ല, ഇതില്ല, ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുന്നില്ല. കാരണം ഇവരില്ലാത്തൊരു ലോകമൊന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പക്ഷികളും ഈ നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒന്നും ഇല്ലാത്ത ഒരു ലോകം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ അല്ലേ. പക്ഷെ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ആനിമൽസിന് അവർക്ക് നല്ല സുഖമാണ് കേട്ടോ, AC റൂമും ഇതൊക്കെ. നമ്മൾ അങ്ങനെ ഇതായിട്ട് നടക്കുന്ന ഇപ്പം നോക്കി നോക്കൂ, ചിലപ്പോൾ പട്ടിയൊക്കെ ഒരു ഷെയ്ഡിൽ കിടന്ന് ഉറങ്ങാതിരിക്കാതെ, അത് മാവിൻ്റെ താഴത്തോ അല്ലെങ്കിൽ ഒരു ശല്യമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ തിണ്ണയുടെ തണലുണ്ടെങ്കിൽ അവിടെ കിടക്കാം. ചില ആൾക്കാർ ഒരു ശീലമുണ്ട്, അതിനെപ്പോൾ കല്ലെടുത്ത് എറിയും, അതവിടെ വെറുതെ മിണ്ടാതെ കിടക്കുകയാണ്. അപ്പം നാച്ചുറലി ചിലപ്പോൾ അത് റെബലാവും. ഇപ്പം അവർക്ക് റെബലാവാനുള്ള ആരോഗ്യം പോലും ഇല്ല, ക്ഷീണിച്ചിട്ടാണ് അവർ കിടക്കുന്നത്. കടിനായ്ക്കളില്ല എന്ന് ഞാൻ പറയുന്നില്ല, ദ്രോഹിക്കുന്ന സ്ട്രേ ഡോഗ്സ് ഉണ്ട്, നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നമ്മൾ അതിൻ്റെ പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്യാം എന്ന് വെച്ചിട്ട് എല്ലാ നായ്ക്കളും അങ്ങനെ ആവണമെന്നില്ലല്ലോ. നമ്മളുടേലും ഇല്ലേ കുറേ വില്ലന്മാരില്ലേ, ഇതിനേക്കാൾ വലിയ കടിനായ്ക്കളും നമ്മുടെ ഇടയിലുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എന്നിട്ട് അവരെയൊക്കെ നമ്മൾ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നിയമത്തിൽ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ നോക്കുന്നത് ശരിയല്ല. പിന്നെ ചിലവർ പറയും നമ്മൾ വെച്ചു കൊടുക്കൊന്നും വേണ്ട, അതിന് കുളത്തിൽ വെള്ളം ഉണ്ടല്ലോ, അമ്പലക്കുളത്തിൽ വെള്ളം ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. മിക്ക കൊക്കർണികളും ഒക്കെ വറ്റിയിട്ടാണ് കിടക്കണം. പിന്നെ അതേപോലെ പണ്ടൊക്കെ പബ്ലിക് ടാപ്പുകൾ ഉണ്ടായിരുന്നു അല്ലേ, അതിൻ്റെയൊക്കെ താഴെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. കാരണം ആ ടാപ്പ് അങ്ങനത്തെ ആണല്ലോ, ഇങ്ങനെ പുഷ് ചെയ്യുമല്ലോ മുകളിലേക്ക്. പിന്നെ അതാവുമ്പോൾ എപ്പോഴും അതിൽ കുറച്ച് ലീക്കൊക്കെ എപ്പോഴും ഉണ്ടാവും.
PWDയുടെ അതിങ്ങനെ അതുണ്ടാവും എപ്പോഴും. പിന്നെ കോൺസ്റ്റൻറ്റ് യൂസ് അതിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കും. ഇതൊക്കെ ഇപ്പം അതില്ലല്ലോ, പബ്ലിക് ടാപ്പുകളും ഇല്ല. അപ്പോൾ നമുക്ക് തോന്നും കുളമില്ലേ അവിടെ പോയി കുടിച്ചോട്ടെ, അതാണ്. പറക്കാനുള്ള ആരോഗ്യമുണ്ടാവില്ല പക്ഷികൾക്ക്. ഈ കടും വേനലിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കുളത്തിലേക്ക് എത്തുന്ന അത്രയും ദൂരം പറക്കണ്ടേ എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങോട്ട് ഇവിടെ എത്തിക്കണ്ടേ, ഇതിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാ ജീവജാലങ്ങളിലും, ഞാൻ പറയുന്നത് ഇത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ഒരുമിച്ച് താമസിച്ചാലാണ് ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ രാവിലെ എണീക്കുമ്പോഴത്തെ ശബ്ദവും അതേപോലെ തന്നെ നമ്മളെ ക്യൂട്ടായിട്ടുള്ള ചിലവരുടെ പ്രവൃത്തികളും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരുമിക്കാം, നമുക്കെല്ലാവർക്കും കൂടിയിട്ട് ഇന്നൊന്ന് തീരുമാനിക്കാം. നമ്മൾ വാടക വീടാണെങ്കിലും നമ്മളെ സംബന്ധിച്ചൊക്കെ എന്നും മന്തി ഉറങ്ങാൻ നമുക്കൊരു വീടും കുടിലും ഒക്കെ ഉണ്ട് അല്ലേ. അതിന് ചുറ്റും ഒരു ഇത്തിരി സ്ഥലവുമുണ്ട്. അതിൻ്റെ എവിടെയെങ്കിലും നമുക്കൊരു ചിരട്ടയിലോ ഒരു മൺപാത്രത്തിലോ കുറച്ച് വെള്ളം നമുക്ക് വെച്ചു കൊടുക്കാം. അവർ കഴിക്കുകയോ കഴിക്കില്ലേ എന്നൊന്നും നോക്കണ്ട. നമ്മൾ ചക്ക മാങ്ങ ഒക്കെ ഉണ്ട്, അതിന് പിന്നെയും അവിടെ നിന്നൊക്കെ തീറ്റ കിട്ടും. ചക്കയും മാങ്ങയൊക്കെ കുറച്ച് മുകളിലായതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും പറിക്കാൻ നമ്മളെ കൊണ്ടുപോയില്ല. ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പക്ഷെ വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് ഉണരണം. നമുക്കെല്ലാവർക്കും നമുക്കിത് ചെയ്തു നോക്കാം. നല്ലൊരു കാര്യവും നമുക്ക് കൂട്ടും കിട്ടും. നമ്മുടെ മക്കളെയൊക്കെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. സോ നമുക്ക് ഇന്നോട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കരുതലോടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജീവിക്കാം. അപ്പോൾ താങ്ക് യു. കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കുറേ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. നമുക്കപ്പോൾ നാച്ചുറലി അത് കുറച്ച് പേരേക്ക് ചെയ്യുമ്പോൾ കുറേ പേരുകൾക്ക് നമ്മൾ ശ്രാദ്ധമൊക്കെ ഊട്ടുന്ന സമയത്ത് നമ്മൾ കൈകൊട്ടി വിളിക്കൂലേ, കാക്കേനെ നമ്മൾ കൈകൊട്ടി. അപ്പോൾ നമ്മൾ കാക്ക വരാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാക്കകളുടെ പോപ്പുലേഷൻ ഉണ്ടാവണ്ടേ, അതിന് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരുടെ പോപ്പുലേഷൻ ചത്ത് വീഴുന്നുണ്ടാവും നമ്മൾ കാണാത്തത് കൊണ്ടാണ്. നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കേണ്ട. അവരിലെ പല ജീവജാലങ്ങളും സ്പീഷീസുകളും നമുക്ക് ഈ ചൂടത്തുണ്ടാവുന്ന എല്ലാ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കും ഉണ്ടാവും. അതൊന്നും നമുക്ക് കരുതലോടെ നോക്കാം. സോ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അതേപോലെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ ലൈക്കുകളും കമൻറ്റുകളും നിങ്ങൾ അതിലിടണം. താങ്ക് യു.